بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അർദ്ധവാർഷിക പരീക്ഷയിൽ വന്ന അഖീദ എന്ന വിഷയത്തിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് അതൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ചത് താഴെ ഉള്ള 6 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ബ്രാക്കറ്റിലുള്ളത് ഈസ അലൈഹിസ്സലാം അപകടകരമാണ്, പരിശുദ്ധ ഖുർആൻ, സ്വഹാബികൾ, സുന്നത്ത് ജമാഅത്ത്, ഔലിയാത്ത്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അപകടകരമാണ് എന്നാണ്. അതിൻ്റെ നേരെ എഴുതേണ്ടത്. രണ്ടാമത്തേത്, ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം സുന്നത്ത് ജമാഅത്ത് എന്നതാണ് എഴുതേണ്ടത്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം ഉണ്ടായിരുന്നു സ്വഹാബികൾ എന്നാണ് എഴുതേണ്ടത്. 4, മഹാത്മാക്കൾക്ക് നാം പറയുന്നു ഔലിയാ എന്ന് കാണാം, അതാണ് എഴുതേണ്ടത്. 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ എന്നാണ് എഴുതേണ്ടത്. 6, മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. ഈസ എന്നുണ്ട് മുകളിൽ, അതാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം, പൂർത്തിയാക്കാം എന്നാണ്. ഇൻഷാ അല്ലാഹ് അതൊന്ന് നമുക്ക് നോക്കാം. 1, ജീവിതകാലത്തിനെ പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ് എന്നാണ് എഴുതേണ്ടത്. 2, സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ, അതിൻ്റെ ബാക്കി അൽ ഖുലഫാ റാഷിദൂൻ എന്നാണ് എഴുതേണ്ടത്. 3, ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയവും ദുഃഖവും ഉണ്ടാകില്ല എന്നാണ് എഴുതേണ്ടത്. 4, ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നാണ് എഴുതേണ്ടത്. 5, വഇൻ കാന അല്ലാഹു യുജ്രീക ഫഅസ്അലുൽ വാഹിദൽ ഖഹാർ, അതിൻ്റെ ബാക്കി എഴുതണം. അൻ യുജ്രീകി എന്നാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം, 2 വീതം എഴുതാം എന്നാണ്. അതിൽ ഒന്നാമത്തേത്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ആരൊക്കെയാണ്? 10 പേരുണ്ട്. അതിൽ നിന്ന് 2 എഴുതുകയാണ് വേണ്ടത്. അബൂബക്കർ ബിൻ അബി ഖുഹാഫ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, സുബൈർ ബിൻ അൽ-അവ്വാം, ത്വൽഹത്ത് ബിൻ ഉബൈദില്ല, അബൂ ഉബൈദത്ത് ബിൻ അൽ-ജറാഹ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. രണ്ടാമത്തേത്, മുബ്തദിഉകളുടെ ചില അടയാളങ്ങൾ. മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക. ജുമഅയുടെ
ഒന്നാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക. 20 റക്അത്ത് തറാവീനെയും സുബഹിലെ ഖുനൂത്തിനെയും അനാചാരമാക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. മൂന്നാമത്തേത് കർമ്മപരമായ കാര്യങ്ങൾ തെളിവു സഹിതം വിശദീകരിച്ച ഇമാമുകൾ. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇതിൽ നിന്ന് 2 എഴുതിയാൽ മതി. അടുത്തത് നാലാമത്തത് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ. ഉത്തരം ഇമാം അബുൽ ഹസനിൽ അശരി, ഇമാം അബൂ മൻസൂറിനിൽ മാതുരിദി. നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നാണ്. 1. സ്വഹാബത്തിന്റെ വിശേഷണം ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ത്? എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്നതാണ് ഉത്തരം. 2. മുഅ്ജിസത്തുകൾ മരണാനന്തരം നിലനിൽക്കുന്നതാണ്. ആരുടെ? പ്രവാചകന്മാരുടെ. 5. പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണ്. താഴെ കൊടുത്തിട്ടുള്ള 3 ചോദ്യങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ഉത്തരമെഴുതുക. ഒന്നാമത്തേത് ഇജ്മാഅ്. ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാക്കി എഴുതണം. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ എഴുതുക. 2. കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുക. 3. സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത്. അവസാനത്തെ പ്രവർത്തനം ആശയം എഴുതാം എന്നാണ്. 1. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അതിൻ്റെ അർത്ഥം എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതേണ്ടത്.